2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പൂന്താനം നമ്പൂതിരിയാണ് പാടിയത് ജ്ഞാനപ്പാനയിൽ. അദ്ദേഹം മനുഷ്യരെക്കുറിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ മനുഷ്യ അവസ്ഥകളെക്കുറിച്ചാണ് എഴുതിയത്. ഇപ്പോൾ ഒരു ബസ്സിനും ഏതാണ്ട് ഈ അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. നവകേരള സദസ് നടത്തിയല്ലോ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി. അതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ മന്ത്രിമാരുടെ ഒരു എഴുന്നള്ളത്തുണ്ടായി. അതിൽ ഈ മന്ത്രിമാരെയും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത ആഡംബര ബസ്സിനാണ് 1.5 കോടി രൂപ ചെലവഴിച്ച് പ്രത്യേക സംവിധാനങ്ങളോടുകൂടി ഉണ്ടാക്കി നിരത്തിലിറക്കിയ വാഹനത്തിനാണ് പൂന്താനത്തിൻ്റെ വരികളിൽ പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. 2023 നവംബർ 18 മുതൽ ഡിസംബർ 24 വരെയായിരുന്നു ഈ ഘോഷയാത്ര, അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാരിൻ്റെ ജൈത്രയാത്ര. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ബസ്സായിരുന്നു. ആ ബസ്സിനെ ചുറ്റിപ്പറ്റി ധാരാളം കഥകളുണ്ടായിരുന്നു. അതിൻ്റെ മുന്നിലേക്ക് പ്രതിഷേധവുമായി ചാടി വീണ യൂത്ത് കോൺഗ്രസ്, KSU പിള്ളേരെയൊക്കെ അടിച്ചു ചമ്മന്തി പരുവത്തിലാക്കി ആ ബസ്സിന് വിശ്രമിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്കൂൾ മൈതാനങ്ങൾ, അവിടേക്കുള്ള ഗേറ്റിന് വീതി കുറവായ സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ഇടിച്ചുമറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തുകൂടി സഞ്ചാരം നടത്തിയ ഒരു ബസ്സായിരുന്നു ഇത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കയറാൻ വേണ്ടി പ്രത്യേക ലിഫ്റ്റ്, പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങൾ, ശുചിമുറി, ശീതീകരണ സംവിധാനം, അങ്ങനെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളോടും സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ബസ് യാത്ര നടത്തിയത്. അതിലിരുന്നു കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 10,000-കണക്കിന് പ്രജകൾക്ക് ദർശന ഭാഗ്യം നൽകി. മന്ത്രിമാർ അവരെ കൈവീശി അനുഗ്രഹിച്ചു. ഈ കെട്ടുകാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ബസ്സിന് എന്തു ചെയ്യും എന്നൊരു ആലോചന ഉണ്ടായത്. കോഴിക്കോട് മുതൽ ബംഗളൂർ വരെ ഗരുഡ പ്രീമിയം എന്ന പേരിൽ ഒരു പ്രത്യേക സർവീസ് നടത്താനാണ് സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ മെയ് 5-ാം തീയതി ഇതിൻ്റെ സർവീസ് ആരംഭിച്ചു. പക്ഷേ ഇപ്പോൾ ഈ ബസ്സിൽ കയറാൻ ആളില്ലാത്തതുകൊണ്ട് കട്ടപ്പുറത്ത് കയറ്റി വച്ചിരിക്കുകയാണ്, സർവീസ് മുടക്കിയിരിക്കുകയാണ്. സംഗതി നാണക്കേടായപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ബസ് വീണ്ടും ഓടാൻ തുടങ്ങി. ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ വെറും 8 പേർ. എന്തൊക്കെ കഥകളാണ് ഈ ബസ്സിനെ പറ്റി നവകേരള യാത്രയുടെ സമയത്ത് പറഞ്ഞിരുന്നത്. CPM-ലെ അറിയപ്പെടുന്ന ബുദ്ധിജീവിയായ നമ്മുടെ AK ബാലേട്ടൻ പറഞ്ഞത് ഇത് ക്യാബിനറ്റ് ബസ്സാണെന്നാണ്. അതിന് അദ്ദേഹം ഇട്ട പേരതാണ്. ഇത് ഈ നവകേരള യാത്ര കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ വെച്ചാൽ മതി, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാനായിട്ട് ഇരമ്പിയാർത്തെത്തും. അവരിൽ നിന്ന് 5-10 ഒരു കാഴ്ചക്കൂലി വാങ്ങിയാൽ 2-3 മാസം കൊണ്ട് ഇതിന് മുടക്കിയ തുക തിരിച്ചു കിട്ടും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അല്ലെങ്കിൽ അത് വിൽക്കാൻ വെച്ചാൽ മോഹവില നൽകി അത് വാങ്ങാൻ ആളുകൾ തടിച്ചുകൂടും എന്നും ബാലേട്ടൻ പറയുകയുണ്ടായി. പക്ഷേ ഇത് ലേലത്തിന് വെച്ചാൽ ഇതിൻ്റെ വിലയുടെ 4-5 ഇരട്ടി കിട്ടുമെന്നൊന്നും പറയാൻ ബാലേട്ടൻ തയ്യാറായില്ല. അതായത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യ സെഞ്ചുറി അടിക്കാൻ ഉപയോഗിച്ച ബാറ്റ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഇതിഹാസം പെലെ അദ്ദേഹം ധരിച്ചിരുന്ന 10-ാം നമ്പർ കുപ്പായം, ഇതൊക്കെ ലേലം വെക്കാൻ വെച്ചാൽ വലിയ തുകകൾ കിട്ടും. അതുപോലെ ഈ ബസ് ലേലം വിളിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായമൊന്നും അന്ന് ബാലേട്ടൻ പറഞ്ഞിരുന്നില്ല. നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് അത്രയ്ക്കൊന്നും പോയില്ലെങ്കിലും ഇതിൻ്റെ മൂല്യം ഇരട്ടിയാണ് എന്നാണ് പറഞ്ഞത്. ഇത് 1.5 കോടി രൂപ വിലയുണ്ടെങ്കിൽ, ചെലവുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം ഒരു 3 കോടിയോളമെങ്കിലും വരുമെന്നായിരുന്നു അദ്ദേഹം അന്ന് വിവക്ഷിച്ചത്. ഒരു ട്രിപ്പിന് 62,000 രൂപ കളക്ഷൻ, അതിൽ 32,000 രൂപ ലാഭം. ഒരു ദിവസം വേണ്ട ഡീസലിൻ്റെ ചിലവ് 24,000 രൂപയോളം വരും. ഇങ്ങനെ ലാഭനഷ്ട കണക്കുകൾ കണക്കാക്കിയാണ് ഈ ഗരുഡ പ്രീമിയം സർവീസ് നിരത്തിലിറക്കിയത്. ആദ്യ സമയത്ത് നല്ല കോളായിരുന്നു കേട്ടോ. CPM പ്രവർത്തകർ ഈ വണ്ടി പോയ റൂട്ടുകളിലൊക്കെ വലിയ സ്വീകരണങ്ങളൊക്കെ ഒരുക്കി. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിൽ റിസർവേഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ ഇടി. പക്ഷേ ഇപ്പോൾ ഇത് സംബന്ധിച്ച് KSRTC അല്ലെങ്കിൽ സർക്കാർ കണ്ട സ്വപ്നങ്ങളൊക്കെ
ഇപ്പോൾ മാഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആസനമുറപ്പിച്ചിടത്തൊക്കെ ഒരു തവണയെങ്കിലും ഇരിക്കാൻ കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെ യാത്ര ചെയ്യുന്ന പാവത്തുങ്ങൾ തടിച്ചുകൂടും, ഇടിച്ചു കയറുമെന്നാണ് നമ്മുടെ സർക്കാർ ധരിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ നടത്തിപ്പും നമ്മുടെ ഭരണം പോലെ തലതിരിഞ്ഞതായിരുന്നു. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഓടുന്ന സമാന ബസ്സുകളിൽ 700 രൂപയാണ് ബാംഗ്ലൂർ വരെ പോകാനുള്ള ടിക്കറ്റ് നിരക്ക്. അപ്പം നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? ഇതിന് 1240 രൂപയാക്കി ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മന്ത്രിമാർ കയറിയ വണ്ടിയല്ലേ, അതിൽ കയറാൻ വേണ്ടി ആളുകൾ ഇടിച്ചുകൂടും എന്നാണ് കരുതിയത്. അതുപോലെ തന്നെ ഇത് സർവീസ് ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്നത് രാവിലെ 4 മണിക്കാണ്. ഇതിൽ പോകാനുള്ളവർ വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ രാവിലെ 4 മണിക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. കോഴിക്കോട്ടുകാർക്ക് പോലും രാവിലെ എഴുന്നേറ്റ് തയ്യാറായി 4 മണിക്ക് സർവീസിനെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചത്തെ കണക്കെടുത്തപ്പോൾ 50,000-ലേറെ രൂപ കളക്ഷൻ വന്നത് ഒരേ ഒരു ദിവസം മാത്രമാണ്. ജൂലൈ 1-ാം തീയതി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ പോകാൻ 13 പേര്, അവിടെ നിന്ന് തിരിച്ചു വരാൻ 8 പേര്. എങ്ങനെയാണ് ഈ സർവീസ് ലാഭകരമായിട്ട് നടത്തുക? ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റിയതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. ഇനി ഈ ബസ് എന്തു ചെയ്യും? മ്യൂസിയത്തിൽ വയ്ക്കണോ, അതോ വിൽക്കണോ, അതോ ലേലം വിളിക്കണോ? ഇക്കാര്യത്തിൽ നമ്മൾ ബാലേട്ടൻ്റെ സുചിന്തിതമായ അഭിപ്രായം കാത്തിരിക്കുകയാണ്.